നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയുടെ കൂടുതൽ മൊഴി പുറത്ത്. അയൽവാസി പുഷ്പയെ കൊല്ലാതെ വിട്ടതിൽ നിരാശയെന്ന് പ്രതി. ഇനി പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ പുഷ്പ രക്ഷപ്പെട്ടെന്നും പ്രതി മൊഴി നൽകി. വിവരങ്ങൾ നൽകാനായി ഗോകുൽ VS ചേരുന്നുണ്ട്. ഗോകുൽ, ചെയ്ത 3 കൊലപാതകങ്ങളിലും യാതൊരു മനസ്താപവും ചെന്താമരയ്ക്കില്ല എന്ന് ഇന്നത്തെ തെളിവെടുപ്പിനിടെ തന്നെ നമുക്ക് മനസ്സിലായ കാര്യമാണ്. ഇപ്പോഴിതാ പുറത്തിറങ്ങുകയാണെങ്കിൽ അത് പുഷ്പയുടെ ജീവന് കൂടി ഭീഷണിയാണ് എന്നുള്ള മൊഴിയാണ് ചെന്താമരയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണ്. കാരണം നേരത്തെ തന്നെ നമ്മൾ പുഷ്പയുടെ വാക്കുകൾ കേട്ടപ്പോൾ അതിൽ പുഷ്പ പറയുന്നുണ്ടായിരുന്നു ഈ നാട് തന്നെ വിട്ടുപോവുകയാണെന്ന്. അത്രത്തോളം ഭീതിയുള്ള ഒരു സാഹചര്യമാണ് ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം. മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? അതായത് പോലീസിനോട് പറഞ്ഞ മൊഴിയിൽ ആണ് പറഞ്ഞത് തന്റെ ഹിറ്റ് ലിസ്റ്റിൽ പുഷ്പയും ഉണ്ടായിരുന്നു. പുഷ്പയെ കൊല്ലാത്തതിലുള്ള നിരാശ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇനി അതുണ്ടാകില്ല. കാരണം താൻ ഇനി പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് പോലീസിനോട് ഇയാൾ പറഞ്ഞ ആ മൊഴി. അയാൾ തന്റെ ദൗത്യം ഏകദേശം തീർത്ത പോലെ, അല്ലെങ്കിൽ അതിന്റെ ഒരു തൃപ്തിയിൽ പോലെയാണ് പോലീസിനോട് സംസാരിച്ചതെന്നാണ് പല ഉദ്യോഗസ്ഥരും നമ്മളോട് പറഞ്ഞത്. അത്തരത്തിൽ അതിൽ പറയുന്നതിനിടയിലാണ് പുഷ്പയെ കൂടി കൊല്ലാൻ താൻ പദ്ധതിയിട്ടിരുന്നു. അത് നടത്താത്തതിന്റെ ഒരു നിരാശ മാത്രമേ തനിക്കുള്ളൂ. ഇനി താൻ ജയിലിൽ കിടക്കും, അല്ലെങ്കിൽ തനിക്ക് ഇനി പുറത്തു വരണമെന്ന ആഗ്രഹമില്ല എന്നുള്ളതും അയാൾ പോലീസ് ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു മനസ്ഥിതി നമ്മൾ നോക്കണം. അതായത് 2 കൊലപാതകം നടത്തിയതിൽ യാതൊരു തരിമ്പ് പോലും കുറ്റബോധമില്ലെന്ന് മാത്രമല്ല, അതേസമയം തന്നെ പുഷ്പയെ കൂടി കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു. അതിനിടയിൽ അയാൾ പറഞ്ഞൊരു മൊഴിയിലൊരു കാര്യം, അമ്മ ലക്ഷ്മിയെ കൊല്ലാൻ ഇയാൾ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ ലക്ഷ്മി ഈ സുധാകരനെ വെട്ടുന്നത് കണ്ട് ബഹളം വെച്ചപ്പോഴാണ് ലക്ഷ്മിയെ ആക്രമിച്ചത്. അതിനിടയിൽ ലക്ഷ്മി തന്നോട് പറഞ്ഞ ചില കാര്യങ്ങളിൽ വിഷമം വന്നാണ് അല്ലെങ്കിൽ ലക്ഷ്മിയെ വെട്ടിയതെന്നുള്ള ഒരു മൊഴി കൂടി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പോലീസ് ഇത് പൂർണ്ണമായും മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. കാരണം ലക്ഷ്മിയോടായിരുന്നു ചെന്താമരയ്ക്ക് ഏറ്റവും കൂടുതൽ പകയുണ്ടായിരുന്നത്. ലക്ഷ്മി കാരണമാണ് തനിക്ക് ഈ അവസ്ഥ വന്നിരുന്നതെന്ന് ചെന്താമര വിശ്വസിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ലക്ഷ്മിയെ കൊല്ലാൻ താൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് ഇയാളോട് പറഞ്ഞത്, അതായത് പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞ കാര്യം പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. കാരണം ഇയാൾ പല കാര്യങ്ങളിലും ഇത്തരത്തിൽ പോലീസിനെ വഴിതെറ്റിക്കാൻ വേണ്ടിയുള്ള മറുപടികൾ നൽകുന്നുണ്ട്. അത്തരത്തിലൊരു കാര്യമായിരിക്കാം ലക്ഷ്മിയുടേത് എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. ഏതായാലും ഈ 2 കൊലപാതകത്തിന് ശേഷം ഇയാൾക്ക് തരിമ്പ് പോലും ഏതെങ്കിലും തരത്തിലുള്ള കുറ്റബോധമില്ല. മാത്രവുമല്ല, ഇനി ഒരാളെ കൂടി കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു അല്ലെങ്കിൽ കൊല്ലാൻ ഉദ്ദേശിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടി പുറത്തു വരികയാണ്. പല ഉദ്യോഗസ്ഥരും പറയുന്നത്, ഇയാളോട് ചോദിക്കുമ്പോൾ ഇയാൾ ഏതൊരു മഹത്തായ കാര്യം ചെയ്തു, തന്റെ ജീവിത ലക്ഷ്യം നിറവേറ്റിയ പോലെയാണ് ഇയാൾ പോലീസ് ഉദ്യോഗസ്ഥരോടും മറ്റും സംസാരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള വിഷമമില്ല, ശബ്ദമിടറുന്നില്ല, അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ലാതെയാണ് ഇയാൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ചെന്താമരയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ചെന്താമര എന്താണോ ഉദ്ദേശിച്ചത് അത് നിറവേറ്റിയതിന്റെ രീതിയിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചത്. യാതൊരു തരത്തിലുള്ള കുറ്റബോധമോ ഇയാളെ അലട്ടുന്നില്ല എന്നുള്ളതാണ്. സുധാകരനെ കൊന്നു, സുധാകരന്റെ അമ്മയെ കൊന്നു, അതിനു മുൻപ് സുധാകരന്റെ ഭാര്യയെ കൊന്നു. അതേ കേസിൽ തന്നെ ജയിലിലായിരുന്നു. മൊത്തം 3 കൊലപാതകങ്ങളാണ് ചെന്താമര നടത്തിയത്. ഇതിലൊന്നും മനസ്താപമില്ല. അത് പോരാഞ്ഞ് ഇപ്പോൾ ഒരാളെ കൂടി കൊല്ലാൻ പദ്ധതി ഇട്ടിരുന്നു. അത് പുഷ്പയെ കൊല്ലാനായിരുന്നു പദ്ധതി ഇട്ടത് എന്നുള്ള ചെന്താമരയുടെ മൊഴിയാണ് പുറത്തുവരുന്നത്. കൂടുതൽ വിവരങ്ങളാണ് ഗോകുൽ VS നൽകിയത്.